ഹലോ. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി മന്തിയുടെ റെസിപ്പി ആയിട്ടാണോ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ കുറേ ആയില്ലൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമുക്കൊരു അടിപൊളി മന്തി ഉണ്ടാക്കണ വീഡിയോ കാണാം. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അവൻ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കണത്, ഞാനല്ല ഉണ്ടാക്കണത്. ഇതാണ് ഹബീബ്, ഇത് നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവനാണ് കേട്ടോ ഇന്ന് മന്തി ഉണ്ടാക്കണത്. മൂപ്പര് നല്ല അടിപൊളിയായിട്ട് മന്തി ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിൻ്റെ റൈസൊക്കെ പിന്നെയും ഇട്ട് കഴിക്കാൻ തോന്നും, ആ മയണൈസൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് കേട്ടോ. അത് അവനൊരു കോക്ക് വെച്ചിട്ട് നന്നായി കുത്തി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് നന്നായി കുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അവൻ ചോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ആ ചോപ്പറിലിട്ടിട്ട് ക്യാപ്സിക്കും അതേപോലെ തന്നെ മല്ലിയിലയും കൂടെ നന്നായി ചോപ്പ് ചെയ്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിലധികം കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ലെമൺ, പിന്നെ മാഗി ക്യൂബ് ഒരു 3 പെട്ടി എടുത്തിട്ടുണ്ട്. 3 ആയിട്ടൊരു 6 ഉണ്ടാവും കേട്ടോ, 6 പീസ് ഉണ്ടാവും. അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലാണ്. ഇട്ട് കൊടുക്കല്ല, ഒഴിച്ചു കൊടുക്കുന്നൊരു സാധനം ഓയിലാണ്. അപ്പോൾ ഇതാ മാഗി ക്യൂബ് നല്ല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫുഡ് കളറാണ് കേട്ടോ അവൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം അത്ര നല്ലതല്ല, പക്ഷേ മന്തി കുറച്ചുകൂടി നല്ല കളർഫുള്ളായിട്ടിരിക്കണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫുഡ് കളറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടെക്സ്ചറായിരിക്കും ഉണ്ടാവുക. കാരണം ഇതിൽ നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒരു സാധനവും നമ്മൾ ആഡ് ചെയ്യണില്ല. ഇനി നമ്മൾ ഒരു ലിറ്റർ ഓയിലല്ല, ഒരു 1/4 ലിറ്റർ ഓയിൽ എന്തായാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചിക്കനിലേക്ക് മാത്രം ഒരു 1/4 ലിറ്ററിൻ്റെ അടുത്ത് ഉള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആ ഒരു ബോട്ടിൽ കുറച്ചുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ വേറൊരു ബോട്ടിൽ നിന്ന് കുറച്ചുകൂടി ഒഴിച്ചു. ഏകദേശം ആ ചിക്കൻ്റെ അത്രയും ഭാഗത്തിൽ ഓയിൽ അവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ല കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തലേ ദിവസം നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുന്നതാണ് ബെറ്റർ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടുപോലെ തോന്നും. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വയ്ക്കുക നല്ലത്. അപ്പോൾ തലേ ദിവസം തന്നെ ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ആ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങി, പിന്നെ ആ മസാലയിൽ ആ റൈസും കൂടെ കിടന്നതാവുമ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മന്തി ആയിരിക്കും ഉണ്ടാവുക. ഹബീബിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവന് മാരിനേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടം. പക്ഷെ ഞങ്ങൾ സൺഡേ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി തടാന്ന് പറഞ്ഞിട്ട് കൊതി തോന്നിയപ്പോൾ അവൻ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ പെട്ടെന്ന്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. ആ മന്തിയുടെ ആ ദമ്മ് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവനെങ്ങനെയോ 1 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടില്ലേ, അത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു. മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഓയിലും പിന്നെ അതിൽ നിന്ന് വന്നിട്ടുള്ള ആ വെള്ളത്തിലും ഒക്കെ പാടെ കിടന്നിട്ട് അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിരിക്കുകയാണ് സൺഡേ ആയത് കാരണം കൊണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ TV കണ്ട് ഡാൻസും പാട്ടൊക്കെയാണ്. അങ്ങനെ സൈഡിൽ നമ്മുടെ മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും മുട്ടയും വെളുത്തുള്ളി വിനാഗർ ഉപ്പ് എല്ലാം പാടെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മയോണൈസ് റെഡിയാവും. ഇത് നല്ലൊരു ടേസ്റ്റുള്ള മയോണൈസാണ്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് അങ്ങനെ കഴിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ ഗ്ലാസ് ഓയിൽ മാറ്റി വയ്ക്കുന്നുണ്ട്. അത്രയും ഓയിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടി കേട്ടോ. അപ്പം മയണൈസും പിന്നെ അതുപോലെ തന്നെ തക്കാളി ചട്നിയും ഒക്കെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഒരു ഭാഗത്ത് റൈസ് വേവിക്കുന്നുണ്ട്. പിന്നെ റൈസ് നമുക്ക് വേവിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. വെള്ളത്തിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഡ്രൈ ആയിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുക്കുക. ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസത്തിൽ ആ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ചില ഐഡിയാസൊക്കെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മന്തി ഞാൻ ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ ശരിയാവും, ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ ശരിയാവാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഇവൻ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ദമ്മിടുകയാണ് കേട്ടോ. അങ്ങനെ ആ ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് ഒരു 15% 60% ഒക്കെ വെന്ത റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫുഡ് കളറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഏറ്റവും മുകളിലായിട്ട് നമ്മളവിടെ മാറ്റി വെച്ചില്ലേ ചിക്കൻ എന്ന് വന്ന ഓയിൽ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിനി സ്മോക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് സ്മോക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പോൾ ആ സ്മോക്ക് അതിലേക്ക് പിടിച്ചോളും. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഡമ്മ് വയ്ക്കുക. അപ്പോഴേക്ക്
സമയം ഏകദേശം ഒരു 12:45 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം സൺഡേ ആയത് കാരണം പിന്നെ മെല്ലെ പോയാൽ മതി എന്നുള്ളൊരു ഇതിലാണ്. പിറ്റേ ദിവസം ഡ്യൂട്ടിക്കൊക്കെ പോകണം. എന്നാലും അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ചു. ഏകദേശം ഒരു 12:45 ആയപ്പോഴാണ് കേട്ടോ ദമ്മ് പൊട്ടിച്ചത്. കുറച്ച് വെയിറ്റ് ചെയ്യും, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ആ ദമ്മ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദമ്മ് പൊട്ടിച്ചപ്പോൾ നല്ലൊരു മണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിനെ അവൻ വേറൊരു ചെമ്പിലേക്ക് ആ റൈസിനൊക്കെ മാറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇതിൽ തന്നെ വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്താലാണ് ഇതുപോലെ കളർഫുള്ളായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ അത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ അവൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല വിശന്നിരിക്കുകയായിരുന്നു ആ സമയമൊക്കെ ആയപ്പോഴേക്കും. അങ്ങനെ നമ്മളൊരു 12:52 കണ്ടില്ലേ, 12:53 ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.